അപ്പോൾ ചെന്നൈയോട് ഞാൻ ഈ രാത്രി യാത്ര പറയുകയാണ്. കുറേ കാലത്തിന് ശേഷമാണ് ചെന്നൈയിൽ വരേണ്ടത് കേട്ടോ. കാരണം ഞാൻ ഓൾമോസ്റ്റ് ഒരു 2 വർഷത്തോളമായി നാട് വിട്ട് പോയിട്ട്. അപ്പോൾ ചെന്നൈ 2 വർഷത്തിന് മുന്നേ വന്നത്. അപ്പോൾ ട്രെയിനിൽ ടിക്കറ്റ് കിട്ടിയില്ല. എൻ്റെ സ്ഥലം തൃശ്ശൂരിൽ പഴയന്നൂരാണ്. അപ്പോൾ എനിക്ക് പഴയന്നൂർക്ക് പോകാൻ ഒറ്റപ്പാലത്തോ അല്ലെങ്കിൽ ഷൊർണൂരാണ് എനിക്ക് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ളത്. അപ്പോൾ 2 സ്ഥലത്തേക്കും എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. കാരണം നമ്മൾ പെട്ടെന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ കിട്ടില്ലല്ലോ ട്രെയിനിൽ. അങ്ങനെ ഞാൻ സ്ലീപ്പർ ബസ് ബുക്ക് ചെയ്തു. അത് എല്ലാ സമയവും നമുക്ക് ഈ സ്ലീപ്പർ ബസ് കിട്ടും കേട്ടോ. 1000 മുതൽ 1500 രൂപയ്ക്ക് നമുക്ക് എന്താ പറയുക, സ്ലീപ്പർ കിടന്നുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ബസ്സുകൾ അവൈലബിൾ ആണ്. അത് ഇഷ്ടംപോലെ സർവീസുകളുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഒരു ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ് ഞാൻ ബുക്ക് ചെയ്തത്. 1450 രൂപയായി ടിക്കറ്റിന് വില. ഞാൻ ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനൊരു സർവീസിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ടെൻഷൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിളിച്ചു. അപ്പോൾ ഒരു കോയമ്പേട് ബസ് സ്റ്റേഷൻ്റെ പുറത്ത് ഇതേപോലെ മെട്രോ ഓഫീസ് ഹെഡ് ഓഫീസിൻ്റെ മുമ്പിലായിട്ട് നിന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അവിടെ എത്തി. കറക്റ്റ് 7:30ക്കാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അവർ നമ്മളോട് പറഞ്ഞത്. അതായത് മറ്റേ ബുക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ അവിടെ എത്തി വിളിച്ചു. ഡ്രൈവറുടെ നമ്പർ ഉണ്ടായിരുന്നു. അതിൽ വിളിച്ചപ്പോൾ പറഞ്ഞു കൃത്യം 7:20 ബസ് വരുമെന്ന് പറഞ്ഞു. 7:20 ആയിട്ടും 7:30 ആയിട്ടും 7:45 ബസ് കാണുന്നില്ല. അപ്പോൾ ഒരാൾ വന്നു എന്നോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഏത് സർവീസിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡെൽറ്റയ്ക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ ഡെൽറ്റയുടെ മാനേജറാണ്. സോറി സർ, ട്രാഫിക് ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് ബസ് കുറച്ച് താമസിക്കും. സാർ ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഇയാൾ അതിൻ്റെ ആളാണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം ഡ്രൈവറിനെ ഒന്നുകൂടി ഫോൺ ചെയ്തു. എന്നിട്ട് ഇദ്ദേഹത്തെ കൊണ്ടൊന്ന് സംസാരിപ്പിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ. ആൾ മാനേജർ ലെവലിൽ സംസാരിക്കുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ കൂടെ നമ്മളെ സഹായിക്കാൻ ഈ പോത്തും കൂട്ടങ്ങളും പിന്നെ ഈ നായക്കുട്ടനൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ബസ്സുകൾ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് എന്താ പറയുക, നമ്മൾ ട്രെയിനിന് എനിക്ക് തോന്നുന്നു ട്രെയിനിലുള്ള അതേപോലെ തന്നെ അതിലും കൂടുതൽ യാത്രക്കാർ ഇതേപോലുള്ള സ്ലീപ്പർ സർവീസുകളെ ആശ്രയിക്കുന്നുണ്ട്. പോത്തുകൾ പോകുന്നില്ലല്ലോ. അങ്ങനെ 7:30 വരേണ്ട ബസ് 8:10 വന്നു കേട്ടോ രാത്രി. എന്തായാലും സമാധാനമായി. അതുവരെ നമ്മുടെ മാനേജർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അത് വലിയൊരു ഇപ്പം നമുക്കൊന്നും കുഴപ്പമില്ല. ലേഡീസൊക്കെ ആകുമ്പോൾ അവർക്ക് ടെൻഷൻ ആവുമല്ലോ. അങ്ങനെ ലഗേജൊക്കെ എടുത്ത് വയ്ക്കാൻ ഹെൽപ്പ് ചെയ്തു ഈ പയ്യൻ. അപ്പോൾ ഈ സ്ലീപ്പർ ബസ്സിൽ ആദ്യമായിട്ട് കയറുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക. അതുപോലെ ഈ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ സ്ലീപ്പർ ബസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ മാനേജർ പുള്ളി പറഞ്ഞു, സോറി ലേറ്റ് ആയത് ക്ഷമിക്കണം, പക്ഷേ റേറ്റിംഗ് നിങ്ങൾ കറക്റ്റായിട്ട് ഇടണം, ബുദ്ധിമുട്ടാവില്ല. ഞങ്ങൾ ഉറപ്പായിട്ടും റേറ്റിംഗ് നല്ലിടും. കാരണം അവരുടെ സൈഡിൽ നിന്ന് സർവീസ് ഡിലേ ആയാലും അവർ ഒരാളെ തന്നെ അവിടെ വിട്ടിട്ട് നമുക്ക് ഇൻഫർമേഷൻ തന്നല്ലോ. മേ ബി ചിലപ്പോൾ അയാൾ വന്നത് ഇതേപോലെ ടിക്കറ്റ് ചെക്കിങ്ങിനായിരിക്കും. പക്ഷേ എങ്കിലും നമുക്കത് ഭയങ്കര റിലീഫായിരുന്നു. ഞാൻ ഈ ഡ്രൈവർ അണ്ണനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയോട് ഞാൻ ഹായ് പറഞ്ഞു. അങ്ങനെ എൻ്റെ ബർത്ത് U3, എൻ്റെ സീറ്റ് U3 തേർഡ് വിൻഡോ സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇതിലേക്ക് കയറുകയാണ്. സംഭവം രസമുണ്ട് കേട്ടോ. എന്താ പറയുക, ഒരു ബ്ലാങ്കറ്റ്, പിന്നെ ബാഗ് വെക്കാനുള്ളൊരു സ്പേസ്, പിന്നെ ഇരുന്ന് നോക്കി. ഞാൻ കിടന്നിട്ടില്ല, എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഒരു കുപ്പി വെള്ളമുണ്ട്, പിന്നെ ഒരു വെൽക്കം കിറ്റ് അതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. ഡെൽറ്റ എന്ന് പറഞ്ഞ ഡെൽറ്റ ട്രാവൽസിൻ്റെ വെൽക്കം കിറ്റിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് നമുക്ക് നോക്കാം. ഒരു യൂണിബിക്കിൻ്റെ ഒരു ബിസ്ക്കറ്റ്, പിന്നെ ഒരു മാസയുടെ ഒരു ജ്യൂസ് ചെറുത്, പിന്നെ ഒരു ഒരു കോപ്പിക്കൂടെ ക്യാൻഡി, പിന്നെ ഒരു ടിഷ്യൂ, ഒരു വെറ്റ് ടിഷ്യൂ പോലെ. അതെ, അങ്ങനെ ഒരു വെൽക്കം കിറ്റ്. സംഭവം നന്നായിട്ടുണ്ട്. വിൻഡോ സീറ്റ് എടുത്തത് കാരണം കാഴ്ചകളൊക്കെ നമുക്ക് വൃത്തിയായിട്ട് തന്നെ കാണാൻ വേണ്ടി പറ്റും. രാത്രി ആയതുകൊണ്ട് വലിയ കാഴ്ചകളൊന്നും ഉണ്ടാവില്ല. എന്നാലും എന്താ പറയുക, നമ്മൾ ആദ്യമായിട്ടല്ല ഇങ്ങനൊരു ഇത്രയും മുകളിലിരുന്നിട്ട് കാണുന്നത്. അതിൻ്റെ ഒരു രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്പേസ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഓക്കെയാണ്. ഇതെന്താ വെച്ചാൽ ഒരു 2 പേർക്കാണ് ഈ ഒരു ബർത്തിൽ 2 പേരാണുള്ളത്. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു കർട്ടൻ വെച്ച് മറച്ചിട്ടുണ്ട്.
കിടന്നു കഴിയുമ്പോൾ എൻ്റെ കാലും തലയും മുട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മടക്കേണ്ട ആവശ്യമില്ല. എന്നെക്കാട്ടിലും കുറച്ചും കൂടി ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കാല് മടക്കി വെക്കേണ്ടി വരും. ഇപ്പം ഞാനൊരു 5'10" ഒക്കെ ഉള്ളൂ. അപ്പോൾ അതിലും കൂടുതലുള്ള ഹൈറ്റുള്ള ആൾക്കാർക്ക് ഇതായിരിക്കും. പുറത്ത് എന്താ പറയുക, വളരെ സ്ലോ ആയിട്ടാണ് വണ്ടി പോകണം കേട്ടോ. കാരണം എനിക്കൊന്ന് സിറ്റി ഇതായതുകൊണ്ടേ സംഭവം എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് എന്തായാലും ഈ യാത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്റ്റാർട്ടിങ് കേട്ടോ, ഇതുവരെ ഓക്കെയാണ്. ഞാൻ ആ ഒരു സിറ്റിംഗ് ആയാലും കിടക്കാനായാലും. നമ്മൾ രാത്രി മെയിനായിട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം, രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങിയ കാലത്ത് അവിടെ എത്തുമ്പോൾ നമ്മുടെ ഒരു ദിവസം വെറുതെ നഷ്ടമാവില്ലല്ലോ. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത പാസഞ്ചർ ഉണ്ട്, ഞാൻ പരിചയപ്പെടാൻ പോയില്ല. പുള്ളി കുറച്ച് എന്താ പറയുക റിസർവ് ടൈപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഹായ് മാത്രമേ പറഞ്ഞുള്ളൂ. രാത്രിയായി, വണ്ടി സിറ്റി ലിമിറ്റ്സൊക്കെ വിട്ട് സ്പീഡായിട്ട് ഓടി തുടങ്ങി. അങ്ങനെ ഒരു 9:45 ആയപ്പോൾ വണ്ടി ഒന്ന് നിർത്തി. നമുക്ക് റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് 20 മിനിറ്റ് സമയമുണ്ട്. അതിനുള്ളിൽ നമുക്ക് വാഷ്റൂമും അതുപോലെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് ഡ്രൈവർ അനൗൺസ് ചെയ്തു. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. 20 മിനിറ്റ് സമയം എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ നമുക്ക് എല്ലാം ചെയ്യാം. പിന്നെ ഹോട്ടലിൽ തിരക്കാണെങ്കിൽ നമുക്ക് ഫുഡിൻ്റെ കാര്യം അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ധൃതിപ്പെട്ടേണ്ട, കാരണം 20 മിനിറ്റ് സമയമുള്ളൂ എന്ന് പറയുമ്പോൾ ഇതിനുള്ളിൽ എല്ലാം ആവണ്ടേ. നമ്മുടെ നാട്ടിലൊക്കെ പോലെ ആണെങ്കിൽ ഇപ്പോൾ വാഷ്റൂമിലും തിരക്കുണ്ടാവും, ഹോട്ടലിലും തിരക്കുണ്ടാവും. അങ്ങനെ ഒരു പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വാഷ്റൂമിൽ പോയി. വാഷ്റൂമിൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ല. നാട്ടിലത്തെ പോലെയൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ വിചാരിച്ച് പോയപ്പോൾ വാഷ്റൂം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ക്ലീൻ ആയിരുന്നു. ധാരയൊക്കെ കിടക്കണ കുഴിയൊക്കെ കുഴിച്ച് അതിൽ കിടക്കുകയാണ് പാവം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ഫുഡ് കഴിക്കണ ഫോട്ടോ എടുക്കാൻ മറന്നുപോയി. നല്ല ഫുഡായിരുന്നു. ഞാനൊരു ഗീ റോസ്റ്റാണ് കഴിച്ചത്. കഴിച്ചിട്ട് ഞാൻ വീണ്ടും തിരിച്ച് വണ്ടിയിൽ കയറി. അപ്പോൾ എൻ്റെ ബർത്ത് മേറ്റിനെ കാണുന്നുണ്ടായിരുന്നില്ല, പുള്ളി വന്നിട്ടില്ല. അപ്പം ഞാൻ ബാഗാണ് ആദ്യം നോക്കിയത്. കാരണം ബാഗ് സേഫാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാഗ് എടുക്കാൻ ഞാൻ മറന്നു. ബാഗിലെല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വാലറ്റും മൊബൈലും കയ്യിലായിരുന്നു. പിന്നെ എൻ്റെ വേറൊരു ക്യാമറ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനത് മറന്നുപോയി. പക്ഷേ സേഫായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അവർ എല്ലാവരും ഇറങ്ങിയതിന് ശേഷം ബസ് ക്ലോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ അതിനടുത്ത് തന്നെ ഒരു പമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഡീസൽ അടിക്കാൻ വേണ്ടി കയറി. അങ്ങനെ ഡീസലൊക്കെ അടിച്ച് ഞാനൊന്ന് മയങ്ങി. അങ്ങനെ പുലർച്ചെയായി. എന്താ പറയുക, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാത്ര ട്രെയിനിൻ്റെ അത്ര സുഖമല്ല എന്നാണ് ഞാൻ പറയുക. എനിക്ക് ഫീൽ ചെയ്തതാണ്. കാരണം എന്താ പറയുക, ഈ ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം മറന്ന് അല്ലെങ്കിൽ ഒന്നും അറിയാതെ ഉറങ്ങുന്ന ആൾക്കാർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഹംസൊക്കെ ചാടുമ്പോഴും അതുപോലെ ബ്രേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ശരിക്കും നമുക്ക് അറിയാൻ വേണ്ടി പറ്റുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉറക്കം ശരിക്കും ശരിയായില്ല. പക്ഷേ ഓക്കെ, നമുക്കൊരു എന്താ പറയുക, കിടന്ന് പോവാം എന്നുള്ളൊരു ബെനിഫിറ്റ് മാത്രം. പിന്നെ രാത്രി ആ 9:45 ബ്രേക്കാണ്. അതിന് ശേഷം പിന്നെ ബ്രേക്കൊന്നുമില്ല. നമ്മൾ ഡയറക്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, വാളയാറൊക്കെ എത്തുന്നതിന് മുന്നേ ഉള്ള സ്ഥലമൊക്കെ എത്തി തുടങ്ങി. എനിക്ക് സ്ഥലം കറക്റ്റായിട്ട് മനസ്സിലാവുണ്ടായിരുന്നില്ല. ആ മലകളൊക്കെ കണ്ടിട്ട് തോന്നിയതാണ്. എത്ര എന്താ പറയുക, റിഫ്രഷിംഗ് ആണല്ലേ ഈ ഒരു കാഴ്ച. നമ്മൾ കാലത്ത് പ്രത്യേകിച്ചും ഇതുപോലെ ടയറിങ് ഒക്കെ ആയിട്ട് ഉറങ്ങി എണീറ്റിട്ട് ഇങ്ങനൊരു കാഴ്ച കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മൈൻഡ് ഭയങ്കര റിഫ്രഷ് ആയിരിക്കും. അങ്ങനെ വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. നമ്മുടെ നാട് കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു യാത്രയിലൂടെ നാട്ടിലേക്ക് എത്തുന്നത്. സാധാരണ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങി അവിടെ ഫ്രണ്ട്സ് വരും, അല്ലെങ്കിൽ ടാക്സിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നാട് ഒരു 1-1.5 അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് വീട്ടിലെത്താറുള്ളതാണ്. ഇതിപ്പോൾ ചെന്നൈയിൽ നിന്ന് എന്താ പറയുക, തലേദിവസം 7 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. ഇപ്പോൾ കാലത്ത് ശരിക്കും പറഞ്ഞാൽ 6:20 അവർ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ സമയം 6:45 ആയി കാലത്ത്. അപ്പോൾ എന്താ വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 3/4 മണിക്കൂറോളം ബസ് അവിടെ തന്നെ ചെന്നൈയിൽ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ വൈകിയല്ലോ. അപ്പോൾ നമ്മുടെ പാലക്കാടിൻ്റെ കാഴ്ചകൾ അല്ലേ, ആ റോഡൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ റോഡിനെ പറ്റി പലതവണ ഈവൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരെ പരാമർശിച്ചിട്ടുണ്ട്. നല്ല റോഡാണ്. അപ്പോൾ ഇപ്പോൾ കാണാൻ നല്ല രസമുണ്ട് അല്ലേ. കാരണം രാത്രിയാകുമ്പോൾ നമുക്ക് ആ കാഴ്ചകൾ ശരിക്കും കാണാൻ പറ്റുന്നതല്ല. ഇപ്പോൾ മുകളിൽ നിന്ന്
ഈ ബർത്തുനിന്ന് കാണാനുള്ള കാഴ്ച നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് വലിയ ഗ്ലാസ് അല്ലേ. അങ്ങനെ എനിക്ക് ഇറങ്ങേണ്ട സ്ഥലം എന്താ പറയുക, സ്വാതി ജംഗ്ഷനാണ് ആലത്തൂർ. ഇപ്പം നിങ്ങൾ കണ്ടത് കുഴൽമന്നാണ് കേട്ടോ. കുഴൽമന്നത്തെ പഴയ ചന്ത, ഈ കാളച്ചന്ത എന്നൊക്കെ പറയും. അവിടെ ഒരുപാട് പണ്ട് കാലത്ത് ആ ഒരു ചന്ത മാത്രമേ അത്ര ഉണ്ടായിരുന്നുള്ളൂ ഈ ഏരിയ മുഴുവനായിട്ടുള്ള ആൾക്കാർക്ക്. ഇപ്പോഴും ആ ചന്ത ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ഞാൻ കുറച്ച് എന്താ പറയുക, പശുവും കാളയൊക്കെ നിൽക്കുന്നത് കണ്ടു. അങ്ങനെ സ്വാതി ജംഗ്ഷൻ എനിക്ക് ഇറങ്ങേണ്ട സ്ഥലം ആയി തുടങ്ങി. ഞാൻ മെല്ലെ എഴുന്നേറ്റു. കാരണം എന്തെങ്കിലും കാരണവശാൽ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ ഞാൻ അടുത്തത് ഇനി തൃശ്ശൂർ പോയി ഇറങ്ങണം. അതുകൊണ്ട് കറക്റ്റ് എണീറ്റത് കൊണ്ട് എനിക്ക് സ്വാതി ജംഗ്ഷനിൽ ഇറങ്ങാൻ പറ്റി. അപ്പോൾ ഇനി വീട്ടിൽ പോകുന്ന കാഴ്ചകൾ വേറെ വീഡിയോ